ഹായ് ഗൈസ്, സൺഡേ കൂടെ രാവിലെ തന്നെ ഒരാളെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ എന്നെ കാണാൻ വേണ്ടി എൻ്റെ നാട്ടിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട്. അങ്ങനെ എൻജോയ് കോട്ടേഴ്സിൽ ഒരു അരമണിക്കൂർ മുമ്പ് ഞാൻ കാത്തു കെട്ടി നിൽക്കുകയാണ് ഗൈസ്. അങ്ങനെ വരുന്ന ആൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരു റോസപ്പൂ ഒക്കെ വാങ്ങി. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ കമ്പ് ഒടിഞ്ഞു പോയി. എൻ്റെ നിഷ്കളങ്കത കൊണ്ടും ചേട്ടൻ്റെ സന്മനസ്സുകൊണ്ടും എനിക്കൊരു വെള്ളപ്പൂ വെറുതെ തന്നു ഗൈസ്. അങ്ങനെ അതും പിടിച്ച് ഞാൻ സ്റ്റോപ്പിലിരിക്കുന്ന സമയത്ത് നാട്ടുകാർ എന്നെ രൂക്ഷമായിട്ട് നോക്കി. തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ആനവണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ സൂപ്പർ ഹീറോ ആണ് കാണാൻ വന്നിരിക്കുന്നത്. പൂവൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഞെട്ടിപ്പോയി. എന്താണ് പൂവൊക്കെ ആയിട്ട് എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കുന്ന സമയത്താണ് പുള്ളിക്ക് മറ്റൊരു പദ്ധതി ഉണ്ട്. അപ്പോൾ എന്നെ കാണാൻ വേണ്ടി വേറൊരു പദ്ധതി ഇട്ടപ്പോഴത്തേക്കും ഇവിടെ വന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ലീവൊന്നുമില്ല, അവിടെ ഇരിക്കില്ല. അപ്പോൾ ഒരു ബാഗ് നിറച്ച് എനിക്ക് സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ഇനി കുറച്ച് പദ്ധതികളൊക്കെ ഉണ്ട്. ഇവിടുന്ന് നമുക്ക് എൻ്റെ ഹോസ്റ്റലൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. പിന്നെ ഞാൻ കിടന്ന് കറങ്ങിത്തിരിയുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. അത്രയേ ഉള്ളൂ. അച്ഛൻ മാത്രം ഇവിടെ വരാത്തേ ഉള്ളൂ. അപ്പോൾ വേറെ കുറച്ച് പരിപാടിയൊക്കെ ആയതുകൊണ്ട് വന്നതാണ്. അങ്ങനെ കോഫി ഹൗസിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോവാണ്. പോകുന്ന വഴിക്ക് ഈ പൂച്ചപ്പുട്ടക്കാരെയൊക്കെ കണ്ടു. ഞങ്ങളൊക്കെ പൂച്ചപ്രാന്തന്മാരാണ് കേസ്. അങ്ങനെ എൻ്റെ അനിയൻ വന്ന് പുള്ളിയെ പിക്ക് ചെയ്തുകൊണ്ട് പോയി. അത്രയേ ഉള്ളൂ. ടാറ്റാ.